എന്നോട് എന്തൊക്കെയാണോ പറഞ്ഞിരുന്നത്? കല്യാണത്തിന് ആണുങ്ങൾ പലതും പറയും. നിന്റെ ഒക്കെ കൂടെ ജീവിക്കാൻ തുടങ്ങിയപ്പോഴേ മനസ്സിലായത് എന്ത് ഇതൊക്കെ എങ്ങനെയാണെന്ന്. ഒന്ന് കക്കൂസ് പോയിക്കോട്ടെ, അവിടെ ആകെ സമാധാനമുള്ളത്. ജിത്തുവേട്ടാ, ഞാൻ ലേറ്റ് ആയി പോയി, എന്നൊന്നും അങ്ങോട്ടാക്കി തന്നെ. നിനക്ക് എവിടേക്ക് ഇറങ്ങുമ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങിക്കൂടെ? ഇത് മനുഷ്യരുടെ 100 കൂട്ട പണികളാണ്. നീ വല്ല ബസ്സാ, ലോറിയാ, ഓട്ടോറിക്ഷ എന്തെങ്കിലും കുഴിച്ചു പോ. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എന്റെ വാവയെ ബസ്സിൽ ഓട്ടോയിലൊന്നും പോകാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ വാവനെ ഞാൻ കാറിലെ കൊണ്ടുപോകും. കേറ്റ് നാറിയിട്ട് കൊണ്ടു ഒന്ന് കുളിച്ചുറി തേന്തൽച്ചി. വീട് ജിത്തുവേട്ടാ, തല നനച്ചിട്ടില്ല. നനക്കണ്ട, ഇത് മുടിയല്ല, കാർക്കോന്തൽ സുഗന്ധം. എന്റെ അച്ഛനെ പറഞ്ഞുണ്ടല്ലോ. അത് പേടിയാണ്. ഞാൻ നിന്നെയും പറയും, നിന്റെ അച്ഛനെ പറയും, അച്ഛൻ്റെ അച്ഛനെ പറയും, നിന്റെ അച്ഛൻ്റെ അച്ഛൻ്റെ നിന്റെ അച്ഛനാ? എന്റെ അച്ഛൻ, നമ്മുടെ അച്ഛൻ, നമ്മുടെ പൊന്നച്ഛൻ. നീയും ഞാനും നമ്മുടെ കുട്ടികളും പിന്നെ നമ്മുടെ കൊച്ചു കുടുംബവും. കൊട്ടയും പട്ടിയും കുട്ടികളൊക്കെ ഇപ്പാണ് എന്റെ വീട്ടിൽ. വേണ്ട, നീ ഒന്നും പറയണ്ട. കല്യാണം കഴിഞ്ഞ് 2 മാസത്തെ ഹണിമൂൺ കഴിയാതെ നമ്മൾ വീട്ടിലോട്ടില്ല. അതെ, ഹണിമൂണൊന്നും പോയില്ലെങ്കിലും കുഴപ്പമില്ല. എന്നാ പലചരക്കട വരെ ഒന്നാക്കി തരുമോ? കല്യാണം കഴിഞ്ഞ ആദ്യത്തെ 3 കൊല്ലം നമുക്ക് കുട്ടികളൊന്നും വേണ്ട. നമുക്കിങ്ങനെ പാറി പാറി നടക്കാം. കല്യാണം കഴിഞ്ഞ് 2 കൊല്ലം തികഞ്ഞില്ല, ഇതിപ്പോ 2ാമത്തെ ലോഡിംഗ് ആണ്.